ശ്രീ ജയസൂര്യൻ, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഒരു ഡോക്ടർ ഇത്തരത്തിൽ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്? ശ്രീ റെജി ലൂക്കോസിനെ പോലെയുള്ള കുറെ ആൾക്കാരും കൂടി ചാനലുകളിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ പെട്ടെന്ന് പെട്ടിയിൽ അടക്കാൻ പറ്റും. ഏതായാലും അത് കാരണം ഇടതുപക്ഷത്തിന്റെ ഹൃദയശുദ്ധി പുറത്തു വരുന്നുണ്ട്. അപ്പൊ ജനങ്ങളോട് ഇത്രമാത്രം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വയോവൃദ്ധനായ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ സൗജന്യ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കേരളം പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട. 60% കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ 40% കൊടുത്താൽ മതി സംസ്ഥാനം. ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളം ആ പദ്ധതി നടപ്പാക്കുന്നില്ല. പാവങ്ങളോടും രോഗികളോടും പാവപ്പെട്ടവനും സാധാരണക്കാരനോടും അനുകമ്പയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പദ്ധതി കേരള ഗവൺമെന്റ് നടപ്പാക്കാത്തത്? ഇതിനു മുമ്പുണ്ടായിരുന്ന ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുള്ളത് ഇപ്പോൾ നടപ്പാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടാക്കി ആ തരത്തിൽ അതിന്റെ ആനുകൂല്യം വാങ്ങിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത്? പാവങ്ങളോടും രോഗികളോടും ഇത്രമാത്രം കരുണയുണ്ടെങ്കിൽ അത്തരം പദ്ധതികൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രി എന്നുള്ള പേര് വെക്കാത്തിട്ട് 2860 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ തികച്ചും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് രോഗികളെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആ നയപരമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രോഗികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ ആൾക്കാർ കുമിഞ്ഞുകൂടുന്നുവെങ്കിൽ, അവിടെ തിരക്ക് കൂടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്ന് തന്നെയാണ്. സർക്കാർ ആശുപത്രികൾ അത്ര നമ്പർ 1 ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാരും MLA-മാരും ഒക്കെ വിദേശത്തേക്ക് പോകുന്നത്? വിദേശത്ത് പോയി ഇവർ എന്ത് ചികിത്സയാ ചെയ്യുന്നത്? ഇവിടെ ചികിത്സിച്ചാൽ പോരെ നമ്പർ 1 ആണെങ്കിൽ. ഇപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിന്റെയും കഴിവുകളെ കുറിച്ച് പറയുന്നല്ലോ. ആ മെഡിക്കൽ കോളേജിൽ എന്താണ് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയും പോയി ചികിത്സിക്കാത്തത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മന്ത്രി എന്താ കേറാത്തത്, ചികിത്സിക്കാത്തത്? ഒരു MP MLA എന്താ കേറാത്തത്? അവർക്കൊക്കെ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ ചോദ്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ എല്ലാം ഭദ്രമാണ്, നമ്പർ 1 ആണെന്ന് ആരോപിക്കുകയും ആക്ഷേപിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാർ വിദേശത്ത് പോകുന്നത്? അത്ര നമ്പർ 1 ആണെങ്കിൽ മന്ത്രിമാരെന്താ ഇവിടെ ചികിത്സിക്കാത്തത്? അപ്പൊ ഇത് പൊതുജനത്തിന്റെ ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട സൗജന്യ ഇൻഷുറൻസ്, സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്, സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇതൊക്കെ ഇവിടെ നിരോധിക്കപ്പെടുകയാണ്. ആർക്കു വേണ്ടിയാണ്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വലിയ അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി വലിയ അനുകമ്പയുണ്ട്. ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് DYFI എന്ന് പറയുന്നല്ലോ. 41,000 രൂപയുടെ ഈ ഉപകരണം വാങ്ങിച്ചു കൊടുക്കാൻ DYFIക്ക് എന്താ കഴിയാതെ പോയത്? ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ഞി കൊടുക്കുന്ന DYFIയെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ 41,000 രൂപയുടെ ഉപകരണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ DYFIക്ക് എന്താ കഴിയാതെ പോയത്? ഇടതുപക്ഷവും ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളും തമ്മിലുള്ള അന്തർധാര അതാണ്. മെഡിക്കൽ കോളേജുകളെ നശിപ്പിക്കുക, ഗവൺമെന്റ് കോളേജുകളെ, ഗവൺമെന്റ് ആശുപത്രികളെ നശിപ്പിക്കുക. അപ്പോൾ അവിടെ മരുന്നില്ല, ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവര് 40 ലക്ഷമോ 60 ലക്ഷമോ കൊടുത്ത് 5 നക്ഷത്ര ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരും. അതാണ് ഇടതുപക്ഷം ഇവിടെ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്കെതിരെയുള്ള ആരോഗ്യ യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. യാതൊരു മനസാക്ഷിയുമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു വലിയ ആക്രമണം തന്നെയാണ്. ഇത് തുറന്നു കാണിക്കുന്നതാണോ തെറ്റ്? ഇത് ജനം ടിവിയോ മറ്റു ടിവികളോ തുറന്നു കാണിച്ചാൽ അതാണോ തെറ്റ്? ആ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അതാണോ തെറ്റ്? അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു ചാനലിലെയും അല്ലെങ്കിൽ ഒരു സംവാദകനെയും ആർക്കും ഒതുക്കാൻ കഴിയില്ല. അത് ഒതുക്കാൻ നോക്കിയല്ലോ. മന്ത്രിയുടെ സെക്രട്ടറി വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിപ്പിച്ചല്ലോ. അങ്ങനെ പിൻവലിപ്പിച്ചിട്ട് അദ്ദേഹം വീണ്ടും വന്നില്ലേ? ജനങ്ങൾക്ക് മുമ്പാകെ വന്നില്ലേ? മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നില്ലേ? ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആർജവത്തോടെ അദ്ദേഹം പറഞ്ഞില്ലേ? അത് കേരളത്തിന് തീ പിടിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെയുള്ള ആക്രമണവുമായിട്ട് വന്നിരിക്കുന്നത്. മാധ്യമങ്ങളെ ആക്രമിച്ചാൽ മുഖം രക്ഷിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കില്ല, ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സാധിക്കില്ല.
അത് സാധിക്കണമെങ്കിൽ ആത്മാർത്ഥത വേണം, മനുഷ്യത്വം വേണം. കയ്യിൽ കിട്ടുന്ന പണം ജനങ്ങളിലേക്ക് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 2860 കോടി രൂപ കേന്ദ്രത്തിന്റെ തുക വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും. ആ 2860 കോടി രൂപയുണ്ടായിരുന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഈ ഭരണകൂടം ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതിന്റെ പിന്നിൽ സ്വകാര്യ മേഖലയുമായിട്ടുള്ള ഒത്തുകളി പുറത്തു വന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഈ ചർച്ച. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ ആവശ്യമാണ്.